പ്രോസിക്യൂട്ടറുടെ പ്രതികരണം തേടിയത് അരുൺ ശങ്കർ ആയിരുന്നു. അരുൺ ശങ്കർ, പ്രോസിക്യൂഷന്റെ വാക്കുകളിൽ ഒരു നിരാശ തന്നെയായിരുന്നില്ല ആത്യന്തികമായി പ്രതിഫലിച്ചത്? തീർച്ചയായിട്ടും പ്രോസിക്യൂട്ടറുടെ വാക്കുകൾ നിരാശ പ്രതിഫലിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് കഴിഞ്ഞ 3 വർഷം ഞാൻ ഈ കോടതിയിൽ നീറി നിന്നത് എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. കാരണം അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ കോടതിയിൽ നിന്ന് ഈ കേസ് മാറണം, അതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വിധി ഉണ്ടാകണം, ആ വിധിയിൽ അപ്പീൽ കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നീതി കിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസം പ്രോസിക്യൂട്ടർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരോക്ഷമായ ആ ഒരു പ്രസ്താവനയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഇവിടെ നിന്ന് നീതി ലഭിക്കില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകും ഈ വിധി. അതോടൊപ്പം തന്നെ നിരാശയുണ്ട്. ആ നിരാശ മുൻപേ ഉണ്ടായിരുന്നു, അതായത് ഇതിൻ്റെ കേസിൻ്റെ വിചാരണ വേളയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ പാസ്പോർട്ട് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ 3 വർഷമായി നീറി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു പരാമർശത്തിലൂടെ വ്യക്തമാക്കിയത്. എന്തായാലും അത് തന്നെയാണ് കാര്യങ്ങൾ. ഇനി പ്രോസിക്യൂഷന് മുന്നിലുള്ള കാര്യം, പ്രോസിക്യൂഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഈ ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതിന് എതിരെ അപ്പീൽ പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. ആ അപ്പീൽ അത്തരത്തിൽ തന്നെ പോകും. പക്ഷേ അതിനോടൊപ്പം ഈ കാര്യങ്ങളും കൂടി ചേർക്കാം. ഈ 6 പ്രതികൾക്ക് ശിക്ഷ കുറഞ്ഞുപോയി, അവർക്ക് പരമാവധി ശിക്ഷ നൽകണം, ജീവപര്യന്തം, ഇളവില്ലാത്ത ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന കാര്യവും കൂടി ആ അപ്പീൽ പോകുമ്പോൾ ചൂണ്ടിക്കാണിക്കാം. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മേൽക്കോടതിയിൽ, ഹൈക്കോടതിയിൽ ഉന്നയിക്കാം എന്നതാണ് പ്രോസിക്യൂഷന് മുന്നിലുള്ള നിയമവഴിയായി ഉള്ളത്. അതോടൊപ്പം ഈ വിധിന്യായത്തിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഇതിൽ പ്രോസിക്യൂഷനെതിരെയുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഈ കേസ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷന് എന്തൊക്കെ തരത്തിലാണ് തിരിച്ചടികൾ നേരിട്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് എത്തിക്കാൻ കഴിയാഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി സ്വാഭാവികമായിട്ടും വിധിന്യായത്തിൽ ഉണ്ടാകും. സാധാരണ കേസിൽ അല്ലെങ്കിൽ ഈ 2 പ്രോസിക്യൂട്ടർമാർ നേരത്തെ കേസ് ഒഴിഞ്ഞു പോയുന്ന ഒരു സ്ഥിതിവിശേഷം അടക്കമുണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിൻ്റെ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്കിൽ കാണുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു കേസ്, ഏത് കേസുമായിക്കോട്ടെ, ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നതും വിചാരണ കോടതി, അതാണ് ട്രയൽ കോർട്ട് എന്ന് പറയുന്നത്. അവിടെ വളരെ വിശദമായിട്ടുള്ള വിചാരണ, തെളിവുകൾ, അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ, ക്രോസ് വിസ്താരങ്ങൾ, ആർഗ്യുമെന്റ് നോട്ടുകൾ, ഇതൊക്കെ വളരെ വിശദമായി പ്രതിപാദിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇടമാണ് വിചാരണ കോടതി. ആ വിചാരണ കോടതിയിൽ നിന്ന് ഒരു കേസിന് രാവിലെ ഈ വാദങ്ങൾ നടക്കുമ്പോൾ വിധി പറയുമ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരമുണ്ടാകും എന്നാണ് കോടതി സൂചിപ്പിച്ചത്. ഇപ്പോൾ ഇവർ നൽകിയ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനം ഇതെന്താണ് സംഭവിച്ചത് എന്ന് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ, അതിനോട് ബോധമായി നിൽക്കുന്ന തെളിവുകൾ, ഇതൊക്കെ കോടതി എത്രമാത്രം കൃത്യമായി പരിഗണിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി. നമുക്കറിയാം, വളരെ നീണ്ട കാലത്തെ വിചാരണയാണ്. ഇപ്പോൾ ഈ വിധി പറയാൻ പോലും 3:30 എന്നത് പിന്നെയും നീണ്ടുപോയി. അങ്ങനെ അത്രയും വളരെ സൂക്ഷ്മതയോടെയാണ് കോടതിയും ഇതിനെ സമീപിച്ചതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ, ഇപ്പോൾ നിലവിലെ ഈ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ കോടതി തന്നെ ചോദിച്ചല്ലോ, എന്താ യഥാർത്ഥ പ്രതി ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താ അന്വേഷണം തീർന്നില്ലേ എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒരു തെളിവുകൾ ഹാജരാക്കാനോ അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ സമർപ്പിക്കാനോ പ്രോസിക്യൂഷൻ്റെ പക്കലുണ്ടോ? ഇത് നിലവിൽ അന്വേഷണം പൂർത്തിയാക്കി ശേഖരിക്കാൻ കഴിയുന്ന പരമാവധി ശേഖരിക്കാൻ കഴിയുന്ന തെളിവുകൾ ശേഖരിച്ചാണ് വിചാരണ കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു അന്വേഷണം സാധ്യമല്ല. കാരണം തുടരന്വേഷണം അടക്കം പൂർത്തിയാക്കിക്കൊണ്ടാണ് തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ നൽകിയിട്ടുള്ളത്. ഒരു കാര്യം, ഒരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമർത്ഥിച്ച് തെളിയിക്കണമെങ്കിൽ അത് അല്പം ഒരു ഹെക്ടിക് പ്രോസസ്സ് തന്നെയാണെന്നുള്ള തീർച്ചയാണ്. പല കേസുകളിലും അത് കണ്ടിട്ടുണ്ട്, അതിൻ്റെ തിരിച്ചടികളും അത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് തങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം നൽകിയിട്ടുണ്ട് എന്നതാണ്. അതിനുള്ള ഗൂഢാലോചനയുടെ തെളിവുകളായി ടവർ ലൊക്കേഷൻ, ദിലീപും പൾസർ സുനിയും അടക്കം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ, അത് വിവിധ ഇടങ്ങളുണ്ടായിരുന്നു. 2013 മുതൽ തുടങ്ങിയ ഗൂഢാലോചനയാണ്. മാത്രമല്ല പല സ്ഥലങ്ങളിലും ഗോവയിലടക്കം ഇതിൻ്റെ അറ്റംപ്റ്റ് നടന്നിരുന്നു. പക്ഷേ അത് പാളിപ്പോയി. പിന്നീടെയാണ് ഇവിടെ നടന്നത് ഈ അറ്റംപ്റ്റ്. മാത്രമല്ല ഈ സംഭവം ഇത് നടക്കുന്നതിന് തൊട്ട് മുൻപ് ദിലീപ് രാമലീലയുടെ സെറ്റിൽ നിന്ന് പനിയാണെന്ന് പറഞ്ഞ് പോവുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതൊരു വ്യാജമായി ഉണ്ടാക്കിയൊരു നിർമ്മിതിയായിരുന്നു. അത് നഴ്സിൻ്റെ അടക്കം വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതൊക്കെ ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സ്റ്റാൻഡ് ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടില്ല. മാത്രമല്ല പ്രോസിക്യൂഷൻ നേരിട്ട മറ്റൊരു തിരിച്ചടിയായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരത്തിൽ ഒരു കൊട്ടേഷൻ നൽകിയത് എന്നത് കാര്യം പ്രോസിക്യൂഷൻ കണ്ടെത്തുന്നത് ദിലീപിന് ഈ നടിയോട് വ്യക്തിപരമായിട്ടുള്ള ചില വിരോധങ്ങളുണ്ടായിരുന്നു.
അങ്ങനെ ദിലീപിന് നടിയോട് വ്യക്തിപരമായിട്ടുള്ള വിരോധം ഉണ്ടായിരുന്നുവെന്ന് സ്റ്റാൻഡ് ചെയ്യിക്കുന്ന കുറേ മൊഴികൾ പ്രോസിക്യൂഷൻ ആദ്യഘട്ടത്തിൽ കിട്ടി. അത് ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെയായിരുന്നു. ആ മൊഴികളൊക്കെ തന്നെ പിന്നീട് മാറ്റപ്പെട്ടു. അത് സ്വാഭാവികമായിട്ടും ഈ മൊഴി മാറ്റം ഇതിനെ ബാധിച്ചിട്ടുണ്ടാകാം എന്ന് നിയമവൃത്തങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും കോടതി വിധി വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് അത് അറിയാൻ കഴിയുക. എന്തായാലും അത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം മൊഴി മാറ്റുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിവൈരാഗ്യം ഇല്ല എന്നൊരു കാര്യം ആണ് നിഴലിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങളടക്കം കോടതിയിലേക്ക് വരുന്ന ഘട്ടവും പ്രോസിക്യൂഷന് തിരിച്ചടിയാണ്. കാരണം ഈ ഗൂഢാലോചന തെളിയിക്കുന്നതിലുള്ള മാറ്ററിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അപ്പോൾ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വിചാരണ കോടതി വസ്തുതാപരമായി വിവരങ്ങൾ പരിശോധിച്ചില്ലെന്നും അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതേ തെളിവുകൾ തന്നെ മേൽക്കോടതിയിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് പോയിന്റ് വൈസ് പോയിന്റ് ആയിട്ട് സമർപ്പിക്കാം എന്നല്ലാതെ ഇതിലൊരു ഇനിയൊരു അന്വേഷണം സാധ്യമാകുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഇനിയൊരു കൂടുതൽ തെളിവ് ശേഖരണം ഈ ഘട്ടത്തിൽ അപ്രാപ്യമായിട്ടുള്ള ഒന്നാണ്. പരമാവധി തെളിവുകൾ ശേഖരിച്ച് വിചാരണ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു കേസിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് വിചാരണ കോടതിയിലാണ്. വിചാരണ കോടതിയിൽ എന്ത് തെളിവുകളും കൊണ്ടുവരാം, എന്ത് വാദഗതികളും ഉന്നയിക്കാം, അത് ക്രോസ് ചെയ്യാം, അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കാം. പിന്നീട് പോകുന്നത് അപ്പീലാണ്. ആ വിധിക്കെതിരെയുള്ള അപ്പീലായിട്ടാണ് പോകുന്നത്. അപ്പോൾ അപ്പീൽ മാറ്റർ എന്ന നിലയിലാണ് അത് സ്വാഭാവികമായിട്ടും പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത്. അത് പരിഗണിക്കുമ്പോഴും വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളെ സസൂക്ഷ്മം ഹൈക്കോടതി വീക്ഷിക്കുമെന്ന് തീർച്ചയാണ്. ചില ഘട്ടങ്ങളിൽ കോടതികൾ ഇത്തരം ചില കേസുകളിൽ വിചാരണ കോടതിയുടെ നടപടിയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി അടക്കം പല കേസുകളിലും വിചാരണ കോടതി തെറ്റായ ഒരു നിലപാടിലേക്ക് എത്തി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ വിധി മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഗൂഢാലോചന പോലെയുള്ള സംഭവങ്ങളിൽ എന്തായിരിക്കും മേൽക്കോടതി എടുക്കുന്ന നടപടികൾ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലാണെങ്കിലും അല്ലെങ്കിൽ മുന്നോട്ടുള്ള മേൽക്കോടതി എപ്പെക്സ് കോർട്ടിലാണെങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമാക്കുന്നത് തങ്ങൾ ഇപ്പോഴും കോൺഫിഡൻ്റ് ആണ്, ഇതുമായി ബന്ധിപ്പിക്കാനുള്ള തെളിവുകളുണ്ട് എന്ന് പറയുകയാണ് അവർ ചെയ്യുന്നത്. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ള ഈ 6 പ്രതികൾക്ക് 20 വർഷത്തെ കഠിന തടവ് എന്ന് പറയുന്ന ശിക്ഷ ഉയർത്തണമെന്നും ഈ പറയുന്ന അപ്പീലിൽ പ്രോസിക്യൂഷന് ആവശ്യപ്പെടാം. എന്തായാലും ഉടൻ തന്നെ ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നു കഴിഞ്ഞാൽ അപ്പീൽ പോകും എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ ഇവിടെ സാധാരണഗതിയിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകുന്ന സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ 8ാം പ്രതിയായിരുന്ന ദിലീപ് തന്നെ ഒരു നിയമപോരാട്ടത്തിന് ഇറങ്ങുന്നു എന്ന സൂചനകളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. തന്നെ ഗൂഢാലോചനയ്ക്ക് ഇരയാക്കി, തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്ന് പറഞ്ഞ് ഈ വിധി ഉയർത്തിക്കാട്ടി മേൽക്കോടതിയിലേക്ക് സമീപം. സ്വാഭാവികമായിട്ടും ഈ കേസുകൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് 2 വാദങ്ങളും പിന്നെയും എത്തുന്ന സ്ഥിതിവിശേഷങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അത് സുപ്രീം കോടതിയിലേക്കും കാര്യങ്ങൾ പോകുമെന്നത് തീർച്ചയാണ്.